മലപ്പുറം ചുങ്കത്തറ നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്തിൽ PV അൻവർ ഓപ്പറേഷൻ വിജയിക്കുമോ എന്ന് അല്പസമയത്തിനമാണ് അറിയേണ്ടത്. ഇരുപക്ഷത്തും 10 അംഗങ്ങൾ വീതമാണുള്ളത്. വൈസ് പ്രസിഡന്റ് LDF-ൽ നിന്ന് UDF-ലേക്ക് വന്നു എന്ന് PV അൻവർ പറയുന്നുണ്ട്. അൻവറിന്റെ ഇടപെടൽ ഫലം കാണുമോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫലം കാണുമോ എന്ന് അല്പസമയത്തിനകം അറിയാം. അല്പസമയത്തിനകം അവിടെ അവിശ്വാസ പ്രമേയമാണ്. അവിശ്വാസ പ്രമേയത്തിൽ LDF-ൽ നിന്ന് ഒരംഗം ഇങ്ങോട്ടേക്ക് കൂറുമാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 11-9 എന്ന അവസ്ഥയിലേക്ക് എത്തും. നിലവിൽ അത് 10-10 അവിടെ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് സംഘർഷാവസ്ഥ ഉണ്ടായി. PV അൻവറിനെതിരെ പ്രതിഷേധം അവിടെ ഉണ്ടായി. PV അൻവറിനെ അവിടെ ഒരു ഷട്ടറിന് ഉള്ളിൽ അടച്ചിട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ചുങ്കത്തറ പഞ്ചായത്തിൽ അൻവർ പുറത്തേക്ക് ഇറങ്ങി. അല്പസമയത്തിനും അവിടെ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേർന്നു. വിപിൻ, PV അൻവർ എപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്നത്? അൻവറിന്റെ ഇടപെടൽ ഫലം കാണുമോ എന്ന് എപ്പോഴറിയാൻ കഴിയും? വിപിൻ, 11 മണിയോടുകൂടിയാണ് അഷ്മി ഇപ്പോൾ അവിശ്വാസ പ്രമേയം ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അതിനാടകീയ രംഗങ്ങൾക്കാണ് ഈ ഒരു ചുങ്കത്തറ പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചത്. ഏകദേശം ഒരു 6 മണിയോടുകൂടി തന്നെ UDF-ന്റെ 10 അംഗങ്ങളും ചുങ്കത്തറ പഞ്ചായത്തിന് അകത്തേക്ക് കയറിയിരുന്നു. 11 മണിക്കാണ് ഈ അവിശ്വാസം എന്നുണ്ടെങ്കിലും രാവിലെ 6 മണിക്ക് തന്നെ അംഗങ്ങൾ എത്തിയിരുന്നു. അവർക്കൊപ്പമാണ് LDF-ന്റെ ഇവിടുത്തെ ഭരണസമിതിയുടെ ഉപാധ്യക്ഷയായിട്ടുള്ള നുസൈബ സുധീറും എത്തിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ 11 അംഗങ്ങൾ ആ സമയത്ത് തന്നെ അകത്ത് കയറിയിരുന്നു. LDF അംഗങ്ങൾ ഈ സമയത്ത് അകത്തേക്ക് വന്നിരുന്നില്ല, ആരും തന്നെ എത്തിയിരുന്നില്ല. പിന്നീടാണ് ഓരോ ഈ പഞ്ചായത്തിന്റെ തൊട്ട് മുൻപിൽ UDF-ന്റെ വലിയ ഒരു പ്രവർത്തകർ തന്നെ എത്തിയിരുന്നു. ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറായിട്ടുള്ള PV അൻവർ അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തി. VS ജോയ് ഇവിടെയുണ്ട്, ആര്യടൻ ഷൗക്കത്തുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ജില്ലയിലെ UDF-ന്റെ നേതാക്കളെല്ലാം തന്നെ ചുങ്കത്തറ പഞ്ചായത്തിന് മുൻപിലേക്ക് ആ സമയത്ത് തന്നെ എത്തിയിരുന്നു. ഈ സമയത്താണ് LDF-ന്റെ ഒരു ജാഥ, അവരുടെ അംഗങ്ങളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ഒരു മൗനമായിട്ട് അവർ ഈ ചുങ്കത്തറ പഞ്ചായത്തിന്റെ പ്രദേശത്തേക്ക് വരികയും ഇവിടെ നിൽക്കുകയുമായിരുന്നു. പോലീസ് ഇത് തടഞ്ഞതോടെ ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ പോലീസിനെതിരെ തട്ടിക്കയറുകയും അത് ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്തു. ഈ കയ്യാങ്കളിയിലേക്ക് എത്തി എന്നുള്ളതല്ല, ആ സമയത്ത് PV അൻവർ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ ഒരു ചെറിയ ഹോട്ടലിൽ ഇരിക്കുകയായിരുന്നു. അവിടേക്ക് ഒരാൾ ഓടിക്കയറാൻ ശ്രമിക്കുകയും PV അൻവറിനെ നേരെ തിരിയുകയുമായിരുന്നു. ഈ സമയത്ത് ഷട്ടർ ഇട്ട് അദ്ദേഹം അതിന് അകത്ത് ആയിപ്പോയി. പിന്നീടാണ് പോലീസുമായിട്ടുള്ള ഒരു കൂട്ടത്തല്ല് എന്ന നിലയിലേക്ക് തന്നെ എത്തിയത്. LDF-ന്റെയും UDF-ന്റെയും പ്രവർത്തകർ തമ്മിൽ പരസ്പരം ചേരി തിരിഞ്ഞേറ്റുമുട്ടുന്ന സ്ഥിതിയുണ്ടായി. ആ സമയത്ത് പെട്ടെന്ന് തന്നെ പോലീസ് ഇടപെട്ട് രണ്ടുപേരെയും 2 വശത്തേക്ക് മാറ്റി. പിന്നീട് ചേരിതിരിഞ്ഞുള്ള മുദ്രാവാക്യം വിളിയാണ് കേട്ടത്. ഇപ്പോഴും LDF-ന്റെ അംഗങ്ങൾ അകത്തേക്ക് കയറിയിട്ടില്ല, അവർ ഒരു വശത്തേക്ക് നിൽക്കുകയാണ്. PV അൻവറിനെ അതിനുശേഷം UDF ഒരു കവചം പോലെ നിന്നുകൊണ്ടാണ് ഈ ഷട്ടറിനകത്ത് നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന സ്ഥിതിയുണ്ടായത്. ഇപ്പോഴും അവിടെ പോലീസിന്റെയും അതുപോലെ തന്നെ LDF-ന്റെ പ്രവർത്തകരും തമ്മിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. അതിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ആ ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും അയവ് വന്നു എന്നുള്ളത് പറയാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. സ്വാഭാവികമായും അവിശ്വാസ പ്രമേയം പാസ്സാകുമെന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു വലിയ ആത്മവിശ്വാസം PV അൻവറൊക്കെ പറയുകയും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു സംഘർഷാവസ്ഥയ്ക്ക് കുറവ് വരികയില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു കനത്ത സുരക്ഷ പ്രദേശത്ത് ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനു മുൻപ് ഇത് UDF-ന്റെ കയ്യിൽ നിന്ന് LDF-ന് സമ്മാനിച്ചത് PV അൻവർ ആണ് എന്നുള്ളത് അന്നു മുതൽ തന്നെ ആ PV അൻവറിന്റെ ഇടപെടലിനെ സംബന്ധിച്ചിട്ടൊക്കെ ഏറെ കേട്ടുകേൾവി ഉണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ അത് തിരിച്ച് ആക്കുന്നതിനും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് UDF-ന്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അതിന് PV അൻവറിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പറയുന്നത്. അതിലെ ഒരു അമർഷം കൂടിയാണ് LDF-നെ സംബന്ധിച്ചുള്ളത്. സ്വാഭാവികമായും CPM-ന് ഭരണം നഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ക്ഷീണമാണ്. ഒപ്പം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് PV അൻവറിനെ സംബന്ധിച്ച് അതൊരു രാഷ്ട്രീയ നേട്ടമാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അഷ്മി, ഓക്കെ, അല്പസമയത്തിനമാണ് അവിശ്വാസ പ്രമേയം നടക്കുക. അവിടെ PV അൻവറിന്റെ എഫക്ട് എന്താണെന്ന് അല്പസമയത്തിനും അറിയാം. 10-10 നിലവിലെ കക്ഷിനില. അൻവർ പറയുന്നു ഒരാൾ ഇപ്പുറത്തേക്ക് ചായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 11-9 ആവും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ LDF ഭരണം നഷ്ടമാകും. അത് കാത്തിരുന്ന് കാണേണ്ടതാണ്.